കണക്കിലെഴുതിക്കോളോ. കുഞ്ഞമാനും നേരത്തെ ആണല്ലോ. അരിക്കാശത്ത പിന്നെ ഇത് ചോന്നുകൊണ്ട് കിടക്ക, ഇത്തിരി തേണ്ണുണ്ട്. അതെ, ആരേലിരുന്ന് പണിയാൻ മടിയായതുകൊണ്ടല്ലേ? ആ പണിയെടുക്കാൻ മടിയായിട്ടല്ല, അരി മേടിക്കണ്ടേ. പണിയെടുക്കുമ്പോ ഞാൻ ഒറ്റയ്ക്ക് പണിയെടുക്കണം. പൊട്ടിയ ഉരുളി പണയാൻ വെച്ചാൽ മതി, ഒരുത്തരം അവിടെ ഇരിപ്പുണ്ടല്ലോ ഇവിടെ ഏട്ടൻ. ഇത് കൊണ്ട് നടന്ന് വിറ്റ അരിക്കുള്ള കാശ് കിട്ടും, പഴയ ഓട് എടുക്കണ വകയില് കറിക്കുള്ള കാശും കിട്ടും. എടാ ഞാൻ ഒറ്റയ്ക്ക് ഉന്തിയിട്ട് വേണടാ 4 വയറ് കഴിയാൻ. നമ്മളെ പോലെ നല്ലല്ലോ, നീ പോന്നെ. ഇല്ല, രാഘവനോട് കാര്യം പറയാനുണ്ട്. അപ്പൊ ഞാൻ പുറത്ത് നിൽക്കാം. വേണ്ട, കുഞ്ഞുമാവൻ പോയിക്കോ, ഞാൻ ഇത്തിരി താമസിക്കും. ആ കാര്യം പറഞ്ഞിട്ട് വേഗം പാടാ. മൂപ്പരൊക്കെ അറിയാം, എന്നാലും മുഖത്ത് നോക്കി കുടിക്കാൻ ഒരു മടി. ഇന്നാകെ ഒരു മേല് നമ്പരം. ഇവിടൊക്കെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. 1-ാം തീയതി ഉത്രാളിക്കാവിലെ പറവറപ്പാണ് പോണ്ടേ നമുക്ക്. കിളിക്കല്ലേ, കാര്യം അധികം പറയണ്ട കേട്ടോ, കുഴയും. ഓരോ നമ്പരുകള്. ഒന്ന് മാറണി, അവനവന് പറ്റുന്ന പണിയെടുത്താ മതി. അയ്യപ്പുള്ളിയേ, എന്തേ നിനക്ക് വൈകിയേ കുഞ്ഞുട്ടിയെ? കളിക്കല്ലോ. എന്താടി നോക്കി നിൽക്കണേ? ചെറിയ വല്ല തിന്നാനോ കുടിക്കാനോ കൊണ്ട് കൊടുക്ക്. അവ കഷ്ടപ്പെട്ട് വന്ന് നിൽക്കണേ. എനിക്കിന്നൊന്നും വേണമെന്നില്ല. ചോറായിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കഞ്ഞാളം ഒഴിച്ചെങ്കിൽ തന്നേക്ക്, കുടി കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം. അവൻ രാത്രി കഞ്ഞിയാന്ന് നിനക്കറിയില്ലേ? ഞാൻ മാത്രം ചോറായിട്ട് എന്താ ചേട്ടാ കാര്യം? ഇതാ വയറുവേന മാറാത്ത ഈ പതിവൊന്ന് നിർത്താവോ നിങ്ങൾക്ക്? കേടി ഇത് നിർത്തിയാലേ പോയി ഓടിയാത്തിക്കേ. കേടി ഇത് നിർത്തിയാലേ അയാള് നിന്നെ രാത്രി കിടത്തി പൊടിപ്പിക്കൂല. അയാൾ ഇത് അടിച്ചോണ്ട് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നോളൂ. നീ ഇത്തിരി എണ്ണ എടുത്തടേ നീയേ. കുഞ്ഞിപ്പെണ്ണേ, കുഞ്ഞിപ്പെണ്ണേ, എന്താണാവോ ചെറിയർക്ക് വേണ്ടേ? ദാഹിക്കണു. കുഞ്ഞിപ്പെണ്ണേ, എന്തോ ദാഹിക്കണു. കുഞ്ഞിപ്പെണ്ണേ, ദാഹിക്കണു. ദാ വരണു. കുഞ്ഞിപ്പെണ്ണേ, എവിടെ? ദാഹിക്കണമെന്ന് പറഞ്ഞല്ലോ എന്റെ ഈശ്വര. കുഞ്ഞിപ്പെണ്ണേ, വല്ലാത്ത ദാഹം. കുഞ്ഞിപ്പെണ്ണേ, വല്ലാത്ത ദാഹം. കുഞ്ഞിപ്പെണ്ണേ, ദാഹിക്കണു. കുഞ്ഞിപ്പെണ്ണേ, ദാ വരണു. ചെറിയൊരെ ദാഹിക്കണമെന്ന് പറഞ്ഞിട്ട് എന്താണ് കുഞ്ഞിപ്പെണ്ണേ രാത്രി കിണ്ടിമ്പള്ളൊക്കെ ഒരു മാല നോക്കിയേക്കണേ? ഞാൻ കണ്ടു. ആരെയാ? ചെറിയൊരു വലിയൊരു. എവിടെയാണ്? ഇവിടെ. വെറുതെ പഠിപ്പിക്ക. പിന്നെ കുഞ്ഞിപ്പെണ്ണേന്ന് വിളിച്ചു. ദാഹിക്കണോ വെള്ളം വേണോന്ന് പറഞ്ഞു. വെറുതെ മനസ്സിലുള്ളത് വിചാരിച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കിയാ മതി. ആരത്? ഞാനാ. ഞാനാന്ന് പറഞ്ഞില്ലേ? എന്താ കുഞ്ഞുമാ പേടിച്ചു? അല്ല, കള്ളന്മാരിറങ്ങിണ്ട്. ഗോപാല, ചെറിയച്ഛനും വല്യച്ഛനും ദാഹിച്ച് നടക്കുക.
ഇതൊക്കെ ആരാ അമ്മയോട് പറഞ്ഞേ? ആവോ. ഞാൻ കണ്ടതാ, രണ്ടാളും ഈ തിണ്ണമേ വന്നിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാ, മോനെ അവർക്ക് ഉടനെ നമുക്ക് ദാഹം വെക്കണം. ചെയ്യാം. 2 കിലോ കൂർക്ക മേടിച്ചതാ. അതുണ്ടോ ചേട്ടൻ? കൂർക്കോ? എവിടാ കൂർക്ക? അമ്മയ്ക്ക് ഇടയ്ക്കുള്ളതാ. എന്ത്? കുഞ്ഞാൻ പേടിക്കണ്ട, പോയി കുളിച്ചിട്ട് വാ. ഞാൻ കുളിക്കണം. പിന്നെ ദേഹം മുഴുവൻ എണ്ണ വെച്ചത്? അല്ല, അത് വേണേ തുടച്ചു കളയാം. പോയി കുളിക്കണ്ടേ കുഞ്ഞമ്മാവ? ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടെങ്കിൽ ഞാനും വരാൻ കൂട്ടില്ല. അല്ല, അങ്ങനെ പേടിയൊന്നുമില്ല. എന്നാലും ഈ രാത്രി ഞാൻ ഒറ്റയ്ക്ക് കുളിക്ക. അത് പ്രശ്നമൊന്നുമില്ല. എന്നാ പോയി കുളിച്ചിട്ട് വാ. അല്ല, നീ എവിടേക്കാ പോണേ? നീ വന്നേ. നീ ഇനി വന്നേരാ. അല്ല, നമുക്ക് എന്തെങ്കിലും മുണ്ടിയും പറഞ്ഞിരിക്കാന്നേ. കുളിക്കാൻ പോവാ. ഞാൻ കുളിച്ചതാ. അല്ല, ഒന്നുകൂടി കുളിക്കാന്നേ. അമ്മോ, ആ ഞാൻ കുളിക്കണമെന്നുണ്ട്. വാ നടക്ക്. നീ മുമ്പിട്ട് കിടന്നേ. നിനക്ക് ധൈര്യം ഉണ്ടെന്ന് അറിയാലോ. ഓ, സങ്കേജാക്ഷൻ കടൽ വർണ്ണ വാസുദേവൻ. ഇത് ഓടല്ല. നീ എന്തൊട്ട് പണി കാണിക്കണേ? എടാ, ഇത് അസല ഓടണ, വെള്ളോടണെന്ന്. വെള്ളോടെ കാര്യം അമ്മാവനാണേലും ഓടേതാ പിച്ചട ഏതാ ഇരുമ്പേതാന്ന് എന്നെ പഠിപ്പിക്കണ്ട. കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചേക്ക്. ഇരുമ്പിന് വില കൂടുമ്പോൾ കൊടുക്കാം. ഇനി മേലാല് ഈ സാധനം ഞാൻ ഇവിടെ തരില്ല. കുന്നംകുളത്ത് കൊണ്ടുപോയി കൊടുത്താലേ നല്ല വില കിട്ടും. കുന്നംകുളത്തുകാർക്ക് ഇരുമ്പ് കച്ചവടമല്ലേ? 2 തികയില. ആയോ പറഞ്ഞു. നീ ശരിക്കും നോക്കിയേ. കണ്ടാ കണ്ടാ കണ്ടാ? ഇപ്പഴും കണ്ടില്ല. കൈ എടുക്കുഞ്ഞുമാ. ആര് കൈ വെച്ച്? പിന്നെ സ്വർണം തൂക്കണ മാതിരിയല്ലേ പഴയ വോട്ട് സാമാനങ്ങൾ തൂക്കണത്. ഗ്രാമും മില്ലിഗ്രാമും പണിക്കുറവും. ഇവനാര്? തട്ടാന്റെ മോനാ? തട്ടാന്റെ മോനല്ലെങ്കിലും തട്ടാന്മാരുമായിട്ട് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പണിയെടുക്കുമ്പോ അതേ ശ്രദ്ധിക്കും. മൂത്തവരെ കളിയാക്കിയാലേ ഗുണം പിടിക്കല. എളിക്കണ. അത് 4 കിലോ കൂട്ടിക്കൊള്ളു കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളെ മൂപ്പര് ഇരട്ടി വിലക്കാ വിൽക്കണേ. നമ്മളെക്കാൾ കൊള്ളലാഭം കുഞ്ഞമ്മാവനാ. പിന്നെ ഞാനിവിടെ കൊളലാവെടുത്ത് കൊണ്ടൊന്ന് കൂട്ടിയിരിക്കല്ലേ. ഡാ, ഇച്ചിരി അരി മേടിച്ചോട്ടോ. പിന്നെ അച്ഛമ്മല്ലേ അത്? അതെല്ലോ. എടാ അച്ഛമ്മേടാ, വഞ്ചികള് കൊണ്ടുപോയടാ. ദാ വരണമേ. നീ വഞ്ചി അങ്ങോട്ട് കൊണ്ടുപോയില്ലടാ. ആ വഴി എങ്ങാ വന്നാ പോരെ അച്ചമ്മയ്ക്ക്. വെറുതെ മനുഷ്യന് ബുദ്ധിമുട്ടിക്കാണ്. ഏതായാലും അമ്മായിനെ കണ്ടിട്ടേ പോണുള്ളൂ. ഞാൻ 4 അരൂടെ അടുപ്പത്തിട്ടെ എന്റെ അടുത്ത് വന്ന് അമ്മ സുഖമായിട്ട് ഊണ് കഴിക്കും. അതിപ്പോ ഇവിടെ മാത്രമല്ല, എവിടെ ചെന്നാലും തീറ്റയുടെ കാര്യത്തിൽ അച്ഛമ്മയ്ക്ക് 1 റാങ്ക. പോടാ അവിടുന്ന്. ഞാൻ ഇടയ്ക്ക് ഒരു നായര കടയിൽ കയറിപ്പോൾ നല്ല 1-ാം തരം പൂട്ട്. 4 കഷ്ണം പൂട്ടും 2 പഴം കൂടി അടിച്ച് അവിടുന്ന് ഒരു നടകട് നടന്നു. ഇതൊന്ന് ദഹിച്ചു കിട്ടണ്ടാ. ഇവിടെ വന്ന് എന്തെങ്കിലും വയറ് നിറച്ച് തിന്നില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര മനോവിഷമാവും. എടാ കൊച്ചുഗോപാല, ഇതെന്താടാ അച്ഛമ്മ ഈ കാണണേ? എന്താ അച്ഛമ്മേ? എന്റെ കണ്ടപ്പന്റെ തനി സ്വരൂപമുള്ള മോനല്ലേ നീ? ഇപ്പൊ നിന്റെ തടിയും പോയി, നിറവും പോയി, നീ ആ കോലം കെട്ടലോടെ മോനെ. തീൻ തുള്ളി കിടന്നുള്ള പണിയല്ലേ? അച്ഛമ്മേനോട് പറയാ ഞാനൊന്ന് വെളുത്ത് മിനിങ്ങിന്ന്. ഹാവൂ, ഞാനൊന്നിരിക്കട്ടെ എന്റെ മക്കളെ. കുഞ്ഞു പെണ്ണെന്തേടാ? അച്ഛമ്മയെ കണ്ടപ്പോഴേ അരി അടത്തിടാൻ പോയതാ. കുഞ്ഞു പെണ്ണെ, അമ്മയ്ക്ക് ഇത്തിരി വെള്ള കാപ്പേണ്ട എടുത്തേടി. ഭയങ്കര പരവേശം. എന്താ ഈ പുണ്യമിണ്ടാത്തെ? അമ്മായി വന്ന് കേറിയല്ലുള്ളൂ. അമ്മായിയുടെ കഴിയട്ടെ, എന്നിട്ട് തുടങ്ങാം. നീയൊക്കെ വലിയ പുലിവേര അമ്മാവന്മാരാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? നിനക്ക് ഈ പിള്ളേർക്ക് ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റിയോടാ? ഈ ഗോപാലിന് വയസ്സെത്രയായിരുന്നു നിന്റെ വിചാരം? അതിനവന് പെണ്ണ് വേണ്ടല്ലോ. ഞാനും കുഞ്ഞി പെണ്ണും കൂടി പെണ്ണന്വേഷിച്ച് എത്ര നടന്നാന്നറിയോ? വേണ്ടെന്ന് ആരും പറഞ്ഞില്ല. 2 ആൾക്കും കൂടി ഒരു പെണ്ണ് കൊണ്ടുവരുന്ന ഇടപാടുണ്ടല്ലോ, അത് നടക്കില്ല. എന്നാ നിങ്ങളെ 2 ആളും കൂടി 4 പെണ്ണുങ്ങളെ കൊണ്ടുപോയോ. എന്നിട്ട് തമ്മി തല്ലി തല പൊളിച്ച് ചാവ്. ഇങ്ങോട്ട് നോക്കിയേ, ഈ അച്ഛമ്മേ 4 ആണുങ്ങളുടെ കൂടെ കഴിഞ്ഞതാ. എന്റെ കെട്ടിയവന്മാര് ഒന്നും ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അത്ര ഒരു മേല ഞങ്ങള് കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് വരെ ഇവരുടെ അച്ഛന്മാര് പറഞ്ഞേന്ന് ഒരു വാക്ക് തെറ്റി ഞാൻ ജീവിച്ചിട്ടില്ല എന്ന് അമ്മയ്ക്ക് അറിയാലോ. അതെ, അവരുടെ ആസം നടത്തി കൊടുക്കണ്ടേ? അല്ലെങ്കിൽ എന്നോട് ചോദിക്കില്ലേ
ഞാൻ സമാധാനം പറയണ്ടേ? പിന്നെ മരിച്ചു പോയരോന്ന് അമ്മയോട് ചോദിക്കല്ലേ? ചോദിക്കൂടാ. മരിച്ചെങ്കിലും രണ്ടാളും എന്റെ കൂടെ ഉണ്ട്. നിങ്ങക്ക് മനസ്സിലാവില്ല. ആ ഇവർക്ക് വെച്ച് വിളമ്പി ഇവരുടെ തുണി തിരുമ്പി എന്റെ കാലം കഴിയും. എനിക്ക് പ്രായം കൂടി കൂടിയല്ലേ വരണേ. എനിക്കൊരു സമാധാനവും സന്തോഷം ഇവര് തരില്ല എന്റെ അമ്മേ. ഇവര് രാത്രി സർക്കിട്ടിന് പോകുമ്പോ മിണ്ടാനോ പറയാനോ ഒരാളില്ലാണ്ട് ഞാൻ ഒറ്റയ്ക്കിരിക്കണം. ഞാൻ പിടഞ്ഞു മരിച്ച ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് കിട്ടില്ല. അതാ എന്റെ ഗതി. എന്റെ കുഞ്ഞിപ്പെണ്ണേ, നീ ഇങ്ങനെ കരയാതെ എന്റെ പൊന്നു മോള്. ഓ അപ്പോഴേക്കും തുടങ്ങിയ കരച്ചില്. അമ്മയെ നോക്കാനും സഹായിക്കാൻ ഒരു മരുമോള് വേണമെങ്കിൽ കൊണ്ടുവരണം. ഞാൻ മാത്രമല്ലല്ലോ, ഉണ്ണിയില്ലേ? അപ്പൊ നിനക്കോടാ? ഞാൻ കഴിക്കണില്ല, അത് തീരുമാനിച്ചതാ. അവൻ ഇപ്പോഴോ തട്ടാത്തി പെണ്ണിന്റെ വിചാര. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാനും ഒരു മനുഷ്യനാ, എനിക്കുണ്ട് മനസ്സ്. അന്ന് ലീന എന്റെ കൂടെ വരാൻ ഒരുക്കമായിരുന്നു. അവൾ ഈ പടി കയറിയ അമ്മ തൂങ്ങിച്ചാവൂന്ന് പറഞ്ഞു. തട്ടാമാരത്ര സാണജാതിയൊന്നും അല്ലല്ലോ, കമ്മാളന്മാരിപ്പെട്ടവരല്ലേ. അന്ന് ഞാൻ അമ്മയുടെ കൈയും കാലും പിടിച്ചതല്ലേ, സമ്മതിച്ചില്ല. എന്നിട്ട് ഇപ്പൊ എന്നെ കല്യാണം കഴിപ്പിച്ച് ഞാൻ സുഖമായിട്ട് ജീവിക്കണം. എനിക്കിനി എന്തോന്ന് സുഖം? സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു ജീവിതം പഴക്കാൻ മൂപ്പരാരാ കുഞ്ഞമ്മ അവരെ വേണോ? ഒന്ന് മിണ്ടാണ്ടിരുന്നില്ല അവിടെ. ഇനിയിപ്പോ അവന്റെ വായനോലും കേൾക്കൂട്ടോ. ആ ഏതാണ് ഈ തട്ടാത്തി പെണ്ണ്? അവളെ കെട്ടിച്ചോട്ട് 1-2 പിള്ളേരുമായി. എന്നിട്ട് ഇപ്പോഴും അവന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോഴും ആ വിചാര. എന്റെ വാക്ക് കേക്കണ്ട, ആരും കേക്കണ്ട. ഞാൻ ഇങ്ങനെ ഇരുന്ന് നരയിച്ച് ചത്തോളാം. നല്ല നല്ല മൂശേച്ചി പെൺകുട്ടികൾ അവൻ കണ്ടിട്ടില്ല. അതാ കണ്ട തട്ടാത്തി പെൺകുട്ടികള് പുറകെ പോണത്. ഇത് കണ്ട സുന്ദരിയ, എന്താ അവളുടെ ഒരു നിറം. ഇതും തൊട്ടത് ദന്തഗോപുരോ? പല്ലിത്തിരി പൊങ്ങിണ്ട്, ആ കുറവേ ഉള്ളൂ. ആ അതെ അതെ, എപ്പോഴും പുഞ്ചിരിച്ചോണ്ടിരിക്കും. നിനക്ക് ചേരും. ഇത് ഫ്രെയിം ഇടാൻ പറ്റില്ല കേട്ടോ, ചില്ല് പൊട്ടും. പല്ല് കൊണ്ടിട്ടേ ഇതെവിടെ നിന്ന് കിട്ടണ എന്റെ ഭായി? അമ്മാളുന്റെ നാത്തൂന്റെ മോള. ആ ഇത്രയും സുന്ദരി എനിക്ക് ചേരില്ല അച്ചമ്മേ. അതൊന്നും സാരില്ലടാ. പെണ്ണാണും തമ്മിലുള്ള ചേർച്ച നിറത്തിലും മണത്തിലൊന്നല്ല. ഇങ്ങോട്ട് നോക്കി കിടക്കപ്പായാല.